ഇന്ന് ഞാൻ വന്ന് ലോട്ടസ് ബിസ്കോഫ് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് 1/2 kg കേക്ക്, അത് സ്പഞ്ച് ബേക്ക് ചെയ്തപ്പോഴും ഞാൻ 3 ടേബിൾ സ്പൂൺ ബിസ്കോഫ് ഷ്രെഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ സ്പഞ്ച് റെഡിയാക്കിയേക്കുന്നത്. പിന്നെ ക്രീമിനകത്ത് ഞാനാണെങ്കിൽ ബിസ്കോഫിൻ്റെ സ്പ്രെഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കാണെങ്കിൽ ഷുഗർ സിറപ്പ് റെഡിയാക്കുമ്പോൾ അതിനകത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബിസ്കോഫിൻ്റെ സ്പ്രെഡ് ഇട്ട് കൊടുക്കണേ. അപ്പോൾ നല്ല റിച്ച് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടാനാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയർ 3 ലെയർ കട്ടാക്കിയിട്ടുണ്ട് ഞാൻ. ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക, ഷുഗർ സോക്ക് ചെയ്ത് കൊടുക്കുക, പിന്നെ ക്രീമിനകത്ത് സ്പ്രെഡ് വെച്ചേക്കുന്നില്ല, സ്പ്രെഡൊക്കെ മിക്സാക്കി വെച്ചേക്കാം. അതുകൊണ്ട് നമ്മൾ ഐസിങ് ചെയ്ത് കൊടുക്കുക. സൈഡിലൊരു ബോർഡർ ഡിസൈനും കൊടുക്കണം. നമ്മൾ സ്പ്രെഡ് ആൻഡ് ഡബിൾ ബോർഡ് മെത്തേഡിൽ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫില്ലിംഗ് ആയിട്ട് നമ്മൾ സ്പ്രെഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബിസ്കോഫിൻ്റെ ബിസ്ക്കറ്റ് നമുക്ക് 2 വീതം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വേണം. ഫസ്റ്റ് ലെയർ റെഡി ആയിട്ടുണ്ട്, അതനുസരിച്ച് വേണം സെക്കൻഡ് ലെയർ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട്. നല്ല റിച്ച് ആയിട്ടുള്ള കേക്ക്, അത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യാത്തതാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യാൻ പറ്റിയൊരു കേക്കാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഇത് കണക്ക് വേണം എല്ലാ കേക്കും നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ സൈഡിലാണെങ്കിൽ മക്കൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അവരായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കേക്കൊക്കെ വെച്ച് റെഡിയാക്കുന്നത് കേട്ടോ. അപ്പം അവരോട് വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ സമയം പോകുമല്ലോ. അപ്പോൾ അറിയാതെ നമുക്ക് സമയമൊക്കെ പോകും, നമ്മുടെ കേക്കും റെഡിയാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ കാര്യങ്ങളൊക്കെ എല്ലാം. അപ്പോൾ അതേ സെക്കൻഡ് ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ ബിസ്ക്കറ്റൊക്കെ പൊടിച്ച് ഇട്ട് കൊടുക്കാം. ഇതാണ് സെക്കൻഡ് ലെയർ. തേർഡ് ലെയർ വെച്ച് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് ക്രം കോട്ട് ചെയ്തിട്ട് ഒരു 15 മിനിറ്റത്തേക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെക്കണേ. എപ്പോഴാണെങ്കിലും നമ്മൾ ഏത് കേക്ക് ചെയ്യുകയാണെങ്കിലും ഒരു 15 മിനിറ്റ് ക്രം കോട്ട് ചെയ്തിട്ട് സെറ്റ് ആവാനായിട്ട് വെക്കണം. അതിന് ശേഷമേ ഫൈനൽ കോട്ട് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഈ ക്രംസൊക്കെ ഇളകി കഴിഞ്ഞാൽ ഫിനിഷിങ് നന്നായിട്ട് കിട്ടത്തില്ല കേട്ടോ. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, ക്രം കോട്ട് ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് ഫിനിഷിങ് തൊടെ വേണം ചെയ്യാനായിട്ട്. എന്നാൽ നമ്മുടെ ഫൈനൽ കോട്ട് നല്ലതായിട്ട് കാണത്തില്ല, നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ. അപ്പോൾ അതിനാണ് നമ്മൾ പറയുന്നത്, എപ്പോഴും ക്രം കോട്ടാണെങ്കിൽ എപ്പോഴും നന്നായിട്ട് ഫിനിഷിംഗ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഫൈനൽ കോട്ട് ചെയ്യുമ്പോൾ ഞാനാണെങ്കിൽ ക്രീമിനകത്ത് കളറൊന്നും ആഡ് ചെയ്യുന്നില്ലേ, സ്പ്രെഡും കൊണ്ട് നമ്മൾ മിക്സാക്കി വെച്ചേക്കുന്നില്ല, ആ ക്രീമും കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കേക്ക്. എല്ലാ ഹോം ബേക്കേഴ്സും കേക്ക് റെഡിയാക്കും അതിൻ്റെ വ്യത്യാസങ്ങൾ കാണും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കേക്ക് ഇങ്ങനെയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കസ്റ്റമർ എല്ലാവർക്കും ഇഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ ഇതനുസരിച്ച് ടേസ്റ്റ് നല്ല ഇതായിട്ട് റിച്ചായിട്ട് ഞാൻ കൊടുക്കാറേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതേ ഫൈനൽ കോട്ട് ചെയ്യുന്നുണ്ട്. ഫൈനൽ കോട്ടിനകത്തും ഇതേ കളറൊന്നും മിക്സ് ആക്കിയിട്ടില്ല, സ്പ്രെഡും കൊണ്ട് തന്നെയാണ് ചെയ്യേണ്ടത്. നന്നായിട്ട് ഫിനിഷിംഗ് ആയിട്ട് ചെയ്യുക. പിന്നെ സ്പ്രെഡ് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചേക്കുന്നില്ല, അതുകൊണ്ട് നമ്മൾ മെളുകി ഇങ്ങനെ ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു ബിസ്ക്കറ്റും വെച്ച് കൊടുക്കുന്നുണ്ട്, സൈഡിലും ബിസ്ക്കറ്റ് പൊടിച്ചത് ഇങ്ങോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പറയുന്ന കൂട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോലെ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.